നമസ്കാരം. കെനാസ് വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ OCA-യുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഡൗട്ടുകളിലൊന്നാണ് ഇതിൻ്റെ ഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ അതിൻ്റെ ഫീസിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും 2 DD ആണ് ബാങ്കിൽ നിന്നും എടുക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ DD-യിൽ നമുക്ക് ഇനി മുതൽ വേണ്ടത് $376 ഒരു DD ആണ് നമുക്ക് ഒന്നാമതായി വേണ്ടത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ DD-യിൽ നമുക്ക് 1.70 ആണ് നമുക്ക് രണ്ടാമത്തെ DD-യിൽ വേണ്ടത്. ഇതിൽ ഈ 1.70 ഞാൻ വീഡിയോ ചെയ്ത സമയത്ത്, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ $7 ആയിരുന്നു. ഇനി മുതൽ അത് വേണ്ട, 1.70 ആണ് അത്. പിന്നെ ഈ $376-നും ഒപ്പം തന്നെ ഈ ബാങ്കിന്റെ ഒരു ഫീസ് ചാർജ് ആക്കുന്നുണ്ട്. അപ്പോൾ $9 ആണ് നോർമലി ഒരു ബാങ്ക് ചാർജ് ചെയ്യുന്നത്. അപ്പം 376 പ്ലസ് $9 ബാങ്കിന്റെ ഒരു ഫീ ഒന്നാമത്തെ DD. രണ്ടാമത്തെ DD എന്ന് പറയുന്നത് 1.70 പ്ലസ് ബാങ്കിന്റെ ചാർജ് ആയിട്ടുള്ള $9 ആണ് വരുന്നത്. ചില ബാങ്കുകളൊക്കെ ഈ 1.70ക്ക് $9 ചാർജ് ചെയ്യാറില്ല, അവരത് വേവ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഈ 2 DD ആണ് നമുക്ക് DD ആയിട്ട് ആവശ്യമുള്ളത്. ഇനി രണ്ടാമതായിട്ട് ആൾക്കാർ പിന്നെ ചോദിക്കുന്ന ഒരു സംശയം നമ്മളുടെ ഈ കൊറിയർ ഫീയുടെ കാര്യത്തിലാണ്. ഈ കൊറിയർ ഫീ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, വൺസ് നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു, പ്രിന്റ് എടുക്കാനുള്ളത് പ്രിന്റ് എടുത്തു, DD എടുക്കാനുള്ളത് DD എടുത്തു, നമ്മളതെല്ലാം കവറിലാക്കി, ഇനി ഇത് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ BLS-കാരെ വിളിച്ച് കഴിയുമ്പോൾ അവർ നമുക്കൊരു ലിങ്ക് അയച്ചു തരും. നമ്മളിങ്ങനെ പറയുക, ഞങ്ങളിങ്ങനെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു, ഫൈനൽ സ്റ്റേജ് ആണ്, ഇനി ഇത് അയച്ചു തരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കൊറിയർ ഫീക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്ക് ത്രൂ നമ്മൾ ഈ കൊറിയർ ഫീ ചെയ്യുവാണെങ്കിൽ വൺ സൈഡിലേക്ക് 42, റിട്ടേൺ 42, അങ്ങനെ ടോട്ടൽ $84 ആണ് നമുക്ക് ചാർജ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ ഏകദേശം ഒരു $100 നമുക്ക് കൊറിയർ ഫീ ഇനത്തിൽ വരും. അപ്പം ഇത്രയാണ് ഈ ഒരു വന്നിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ BLS-ഉമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും അവരതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കണ്ട് കുറേ അധികം ആൾക്കാർക്ക് കിട്ടി എന്ന് പറഞ്ഞു, പേഴ്സണലായിട്ടൊക്കെ പറഞ്ഞു. നിങ്ങൾ കാണുന്ന ആൾക്കാരൊക്കെ അറ്റ്ലീസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ഒരു കമൻ്റൊക്കെ ആയിട്ടൊന്ന് ചെയ്യുവാണെങ്കിൽ, ഒരു കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്കൊരു സപ്പോർട്ടാവും. എന്തായാലും ഈ ഒരു ജസ്റ്റ് ഒരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അറിയാവുന്നതൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.